ഒരു നായയെ പോലെയാണ്. നിങ്ങൾ ഭയന്ന് പിന്മാറിയാൽ അത് നിങ്ങളുടെ നേർക്ക് കുതിച്ചു ചാടും. എന്നാൽ നിങ്ങൾ ധൈര്യത്തോടെ നേരിട്ടാൽ അത് പേടിച്ച് പുറകോട്ട് പോകും. ലോക ചരിത്രത്തിൽ ഇതുപോലൊരു അന്ത്യം ഒരു യുദ്ധത്തിനും ഉണ്ടായി കാണില്ല. ഇസ്രായേൽ ഇറാൻ ആണവ കേന്ദ്രങ്ങളും തെഹ്റാനിലെ ജനവാസ കേന്ദ്രങ്ങളും ആക്രമിക്കുന്നു. ഇറാൻ സൈനിക ഉന്നതർ, ആണവ ശാസ്ത്രജ്ഞർ, അവരുടെ കുടുംബങ്ങൾ എന്നിവരെ കൊല്ലുന്നു. ഇറാൻ തിരികെ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലെ സൈനിക കേന്ദ്രങ്ങളും ജനവാസ കേന്ദ്രങ്ങളിലും മിസൈൽ വർഷിക്കുന്നു. നാശനഷ്ടം, ആളുകൾ കൊല്ലപ്പെടുന്നു. പിന്നീട് സംഭവിക്കുന്നത് ഇറാനിലെ ഒരു പർവ്വതത്തിന് കീഴെയുള്ള ഫോർദോ ആണവ കേന്ദ്രത്തിന് മുകളിൽ അമേരിക്കയുടെ മുസൂറിയിൽ നിന്ന് 37 മണിക്കൂർ കൊണ്ട് പറന്നെത്തിയ അമേരിക്കൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിക്കുന്നു. ഇറാൻ തിരിച്ചടിക്കുന്നു. ഖത്തറിലെ അമേരിക്കൻ സൈനിക ബേസായ അൽ ഉദൈദിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഖത്തറിനും അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് കൊടുക്കുന്നു. അവർ മുൻകരുതൽ എടുക്കുന്നു. ഇറാൻ അടിക്കുന്നു, ആളപായമില്ല. ഖത്തർ തിരിച്ചടിക്കുമെന്ന് പറയുന്നു, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ട്രംപ് ഇറാന് നന്ദി പറയുന്നു, വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. ഏത് വിധേനയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കരുതിയിരുന്ന നെതന്യാഹുവിന് ഇതുപോലൊരു മറുപടിയില്ല. ആയുധം കൊണ്ടുള്ള മറുപടിയല്ല, ബുദ്ധി കൊണ്ടുള്ള മറുപടി. അമേരിക്ക ഇറാൻ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതിന് മറുപടിയായി ഇറാന് തിരിച്ചടിക്കാൻ സാധിക്കുന്ന ഏറ്റവും അടുത്തുള്ള ടാർഗറ്റുകൾ ഗൾഫ് രാജ്യങ്ങളിലാണ്. തൊട്ടടുത്ത ഇറാഖിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുണ്ട്. പക്ഷെ അവിടെ ഇതുപോലെ ഒരു ലിമിറ്റഡ് അറ്റാക്ക് അമേരിക്ക നേരത്തെ നടത്തിയിട്ടുണ്ട്. 2020 ജനുവരി 3 ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനി ഒരു അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ ഇറാഖിലെ ബാഗ്ദാദിൽ കൊല്ലപ്പെടുന്നു. ജനുവരി 8 ഇറാൻ പ്രതികാരം ചെയ്യുന്നു. ഇറാഖിലെ അൽ അസാദ്, ഇർബിൽ എന്നീ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തു. പക്ഷെ അതിനു മുമ്പ് ഇറാൻ ഒരു കാര്യം ചെയ്തു. അമേരിക്കയെ വിളിച്ച് വിവരം അറിയിച്ചു, ഞങ്ങൾ ആക്രമിക്കും കേട്ടോ എന്ന്. അമേരിക്കൻ സയനിസ്റ്റ് യുദ്ധതന്ത്രങ്ങൾക്ക് മനസ്സിലാകാത്ത ചില നീക്കുപോക്കുകൾ അറബ് രാജ്യങ്ങൾ തമ്മിലും അറബ് പേർഷ്യൻ രാജ്യങ്ങൾ തമ്മിലും ഉണ്ടാകും. അത് ചില ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലായിരിക്കും ഉണ്ടാവുക. ഇറാൻ ഖത്തറിലെ അമേരിക്കൻ ബേസിന് നേരെ നടത്തിയ ആക്രമണം അത്തരത്തിലുള്ളതാണ്. തിരിച്ചടിക്കുമെന്ന് ഖത്തർ തമാശയായി പറഞ്ഞതാണ്. എന്നാൽ സീരിയസ് ആയി വിചാരിച്ചാലും ഒരു ഇറാൻ ഖത്തർ അടി നടക്കില്ല. അതിനൊരു കാരണം ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് ഫീൽഡായ സൗത്ത് പാസ്, നോർത്ത് ഡാം ഗ്യാസ് ഫീൽഡ് സംയുക്തമായി ഇറാനും ഖത്തറുമാണ് നിയന്ത്രിക്കുന്നത്. ഡെയിലി ഗ്യാസ് ഔട്ട്പുട്ട് 1.08 ബില്യൺ m³ ആണ്. ലോകത്തിന്റെ എണ്ണ ഡിമാൻഡിന്റെ 10%. ഖത്തർ ഈ എണ്ണഖനി കൂടുതലും കയറ്റുമതി ചെയ്യുമ്പോൾ ഇറാൻ അത് സ്വന്തം ഉപയോഗിക്കുകയാണ്. അമേരിക്കൻ ഉപരോധം കാരണം ചില സൗഹൃദ രാജ്യങ്ങൾക്ക് മാത്രമാണ് എണ്ണ വിൽക്കാൻ ഇറാന് സാധിക്കൂ. ഖത്തറുമായി ഈ ഒരു അന്തർധാര മാത്രമല്ല, 2017-21 കാലഘട്ടത്തിൽ ഖത്തറിനെതിരെ സൗദി, ബഹ്റൈൻ, UAE, ഈജിപ്ത് രാജ്യങ്ങൾ ഉപരോധം, സാമ്പത്തിക വ്യോമ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ആദ്യം സഹായ ഹസ്തവുമായി എത്തിയത് ഇറാനായിരുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് ഇറാനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക, അൽ ജസീറ അടച്ചുപൂട്ടുക. ഒരു ഉപാധിക്കും ഖത്തർ വഴങ്ങിയില്ല. മാത്രമല്ല, ഉപരോധം ഖത്തറിനെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കി. ഖത്തറിന് മറ്റ് സുന്നി രാജ്യങ്ങളുമായി ആത്മീയ ബന്ധമുണ്ട്, ചിലരുമായി രക്തബന്ധമുണ്ട്. അതിനിടയിൽ ഖത്തറിന് കൂട്ടുകാരനായി ഒരു ഷിയ പേർഷ്യൻ രാഷ്ട്രം. 1967 ജൂൺ 5-നും 10-നും ഇടയിൽ ഇസ്രായേലും അയൽ രാജ്യങ്ങളായ ഈജിപ്ത്, ജോർദാൻ, സിറിയ എന്നീ രാജ്യങ്ങളുടെ സഖ്യവുമായി നടത്തിയ യുദ്ധമാണ് 6 ദിന യുദ്ധം, 6 ഡേ വാർ. ഇത് ജൂൺ യുദ്ധം, 1967 6 ഡേ വാർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ രൂപീകരണത്തിന് ശേഷം നടന്ന ഏറ്റവും സുപ്രധാനമായ സൈനിക, രാഷ്ട്രീയ, പ്രത്യയശാസ്ത്ര വിജയമായിരുന്നു ഇത്. ജെറുസലേം എന്ന പുണ്യനഗരം കീഴടക്കി പലസ്തീനികളെ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചു, അതിരുകൾ വികസിപ്പിച്ചു. ഈ 6 ദിന യുദ്ധത്തിന്റെ 58-ാം വർഷത്തിൽ അതേ ജൂൺ മാസം ഇസ്രായേൽ അകലെയെങ്കിലും തങ്ങളുടെ മുഖ്യ ശത്രുവായി കരുതുന്ന ഇറാന് നേരെ തിരിച്ചടിക്കുകയാണ്. പരസ്പരം മിസൈൽ ആക്രമണത്തിന് ശേഷം 12-ാം ദിവസം സാക്ഷാൽ ട്രംപ് ഇടപെട്ടുകൊണ്ട് വെടിനിർത്തൽ. ട്രംപ് തന്നെ യുദ്ധത്തിന് പേരിട്ടു 12 ഡേ വാർ. യുദ്ധവെറിയൻ നെതന്യാഹുവിനും ചില സയനിസ്റ്റ് തീവ്രവാദികൾക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും യുദ്ധം അവസാനിച്ചാൽ മതിയായിരുന്നു. ഇസ്രായേലി ജനത, ഇറാൻ ജനതയും ഭരണകൂടവും ഗൾഫ് രാജ്യങ്ങൾ ട്രംപിന് വരെ യുദ്ധം അവസാനിച്ചാൽ മതിയെന്നായിരുന്നു. ട്രംപ്, ബെഞ്ചമിൻ നെതന്യാഹു, ഇറാൻ നേതാക്കൾ ഇവരെല്ലാം യുദ്ധത്തിന് വിരാമമായത് അവരുടെ നിബന്ധനകൾക്ക് അനുസരിച്ചാണെന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യം എന്താണ് ശരിക്ക്? ഇസ്രായേൽ എന്താണ് ശരിക്കും നേടിയത്? ഇറാൻ അതിന്റെ തന്ത്രപരമായ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ കഴിഞ്ഞോ? സമാധാനത്തിലേക്കുള്ള ഒരു വഴിയാണോ ഈ വെടിനിർത്തൽ?
ഒരു ശനിയാഴ്ച രാത്രിയാണ് ഇസ്രായേലിന്റെ ഒത്താശയോടുകൂടി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഫോഡോ, നദാൻസ്, ഇസ്ഫറാൻ എന്നിവിടങ്ങളിൽ US സ്റ്റെൽത്ത് ജെറ്റുകൾ, ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചത്. തിങ്കളാഴ്ച ഇറാൻ തിരിച്ചടിച്ചു. പിന്നീട് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ US വ്യോമത്താവളമായ ഖത്തറിലെ അൽ ഉദൈദിൽ മിസൈലുകൾ പ്രയോഗിച്ചു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ പ്രഖ്യാപിക്കുകയാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ പൂർണ്ണവും സമ്പൂർണവുമായ വെടിനിർത്തലിന് സമ്മതിച്ചിട്ടുണ്ടെന്ന്. സീസ് ഫയർ. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് 4 മണിക്കൂറിന് ശേഷം ഇറാനിൽ നിന്ന് 2 ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. പ്രതികാരമായിട്ട് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ പ്രതികാര നടപടിയിൽ ടെഹ്റാൻ അടുത്തുള്ള ഒരു റഡാർ സ്റ്റേഷൻ തകർന്നുപോയി. ട്രംപ് രോഷാകുലനായി. ഇസ്രായേൽ ഇന്ന് കാട്ടിക്കൂട്ടിയതിൽ എനിക്ക് നല്ല അതൃപ്തിയുണ്ട്. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് അങ്ങനെയാണ് പ്രതികരിച്ചത്. ഈ 2 രാജ്യങ്ങൾ അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. പരസ്യമായി വേർഡ് ഫക്ക് എന്ന് ട്രംപ് ഉപയോഗിച്ചു. They don't know what they are doing എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ പാക് സംഘർഷം ട്രംപ് അവകാശപ്പെട്ടെങ്കിലും അത് ട്രംപിന്റെ അവകാശവാദം മാത്രമായിരുന്നെങ്കിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ട്രംപ് ശരിക്കും ഇടപെട്ടിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രായേലിലും ട്രംപിന് നല്ല കച്ചവട താല്പര്യമുണ്ട്. ടെല്ലവീവിലെ ഏറ്റവും ഉയർന്ന കെട്ടിടമായി വരാൻ പോകുന്ന ഹോട്ടലിന് മുകളിൽ ട്രംപിന്റെ പേരുണ്ടാകും. അതിനടുത്താണ് ഒരു ഇറാനിയൻ മിസൈൽ വീണത്. അതുകൊണ്ട് നോബൽ സമ്മാനം കിട്ടാനുള്ള ആഗ്രഹം മാത്രമല്ല ട്രംപിന്, കച്ചവട താല്പര്യവും കൂടിയുണ്ട്. ട്രംപിന്റെ ഈ സമാധാന ശ്രമങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ അവിടെ നിലനിൽക്കേണ്ട ട്രംപിന്റെ ബിസിനസ് സംരക്ഷിക്കാനും ആവശ്യമാണ്. എന്നാൽ ഈ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ എന്തെങ്കിലും നേടിയോ എന്നൊരു ചോദ്യം ഉണ്ടല്ലേ അവിടെ. പിന്നെ ഇറാൻ തങ്ങളുടെ 1ാം നമ്പർ അസ്തിത്വ ഭീഷണിയാണെന്ന് ഇസ്രായേൽ പണ്ടേ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ ഒരിക്കലും ടെഹ്റാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചിരുന്നുമില്ല. ജൂൺ 13 നദാൻസ് ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റിന്റെയും ഇസ്ഫറാൻ ആണവ സാങ്കേതിക സമുച്ചയത്തിന്റെയും ഉപരിതല ഇൻസ്റ്റലേഷനുകളിൽ ബോംബിട്ടുകൊണ്ട് അവർ ആ ചുവപ്പ് രേഖ മറികടന്നു. ഇസ്രായേലിനെതിരെ ഡ്രോണുകൾ, മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഇറാനും തിരിച്ചടിച്ചു. സിറിയയിലും ഇറാഖിലും ഇസ്രായേൽ മുമ്പ് ആണവ ഇൻസ്റ്റലേഷനുകൾ ആക്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ പോലുള്ള അകലെയുള്ള കേന്ദ്രത്തിൽ നിന്ന് വളരെ സങ്കീർണമായ ഒരു ദൗത്യം നടത്താൻ കഴിയുമെന്ന് ഇസ്രായേൽ തെളിയിച്ചു. തങ്ങളുടെ ദൗത്യം നിയമപരമല്ലെന്ന് അന്താരാഷ്ട്ര ആരോപണങ്ങളെ അവർ ചെറുത്തുനിന്നു. ഇറാനെതിരെയുള്ള ഓരോ ആക്രമണവും സ്വയം പ്രതിരോധമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാൻ ഒരു ആണവ ബോംബ് വികസിപ്പിക്കുകയാണെന്നോ അത് ഉടൻ തന്നെ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കാൻ പദ്ധതിയിട്ടുണ്ടെന്നോ ആർക്കും ഇതുവരെ തെളിയിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിനും പറ്റിയിട്ടില്ല, അമേരിക്കയ്ക്കും സാധിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വിജയം പരിമിതമെങ്കിലും ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ്. ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായി യുദ്ധത്തിന് പോകാൻ ജോ ബൈഡൻ തയ്യാറായി നിൽക്കുകയാണ്. താൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇലക്ഷൻ പ്രചാരണം നടത്തിയിട്ടുള്ള ട്രംപ് തന്റെ വാക്കുകളൊക്കെ അങ്ങ് വിഴുങ്ങി ബോംബർ ജെറ്റുകൾ അയച്ച് ഇസ്രായേലിനെ സഹായിക്കുന്ന സാഹചര്യമുണ്ടായി. 1967 മുൻ യുദ്ധങ്ങളിലും 73 ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അമേരിക്ക പണമായും ആയുധങ്ങളുമായും സഹായം നൽകി. എന്നാൽ നേരിട്ടുള്ള യുദ്ധത്തിൽ ഒരിക്കലും പങ്കാളിയായിരുന്നില്ല. 10 രൂപ അങ്ങോട്ട് കൊടുത്താൽ അത് 100 ആക്കി പലിശ സഹിതം തിരിച്ചു വാങ്ങാൻ കച്ചവടക്കാരനായ ട്രംപിനറിയാം. അതെങ്ങനെയെന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ടതുണ്ട്. അവിടെ ബോംബിട്ടതിന്റെ ഫലം എങ്ങനെയാണ് ട്രംപ് തിരിച്ചു വാങ്ങുന്നതെന്ന്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞോ എന്നതാണ് അടുത്ത ചോദ്യം. ഇറാനിലെ ഉപരിതല ലക്ഷ്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന സൈനിക മേധാവികളെ വധിച്ചു, ധാരാളം സിവിലിയൻസ് കൊല്ലപ്പെട്ടു. ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങൾ നശിപ്പിച്ചതായി അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അവരുടെ മിസൈലുകൾ ലക്ഷ്യത്തിൽ പതിച്ചതായി ഉപഗ്രഹ ഫോട്ടോഗ്രഫി കാണിക്കുന്നുണ്ടെങ്കിലും എന്താണ് നശിപ്പിക്കപ്പെട്ടതെന്ന് സ്വതന്ത്രമായ സ്ഥിരീകരണം ലഭ്യമല്ല. അതിന് ഓൺ സൈറ്റ് പരിശോധനകൾ ആവശ്യമാണ്. ഫോട്ടോയിലെ ഭൂഗർഭ നാശനഷ്ടങ്ങൾ പൂർണ്ണമായി വിലയിരുത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ റാഫേൽ ഗ്രോസി പറയുന്നത്. ഇറാന്റെ കൈവശമുണ്ടെന്ന് പറയപ്പെടുന്ന 400 കിലോഗ്രാം സമ്പുഷ്ടമായ യുറേനിയം എവിടെയാണെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് അത് നേരത്തെ നീക്കിയിരുന്നു എന്ന് ഇറാൻ അവകാശപ്പെടുകയും ചെയ്യുന്നു. ഇറാന്റെ ആണവോർജ സംഘടനയുടെ തലവനായ മുഹമ്മദ് ഇസ്ലാമി പറഞ്ഞത് ഇസ്രായേൽ അമേരിക്കൻ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ പിന്നോട്ടടിച്ചിട്ടേയില്ല എന്നാണ്. അതേസമയം വെടിനിർത്തൽ ആരംഭിച്ച് 3.5 മണിക്കൂറിന് ശേഷം ചൊവ്വാഴ്ച രാവിലെ ഇസ്രായേൽ പതിച്ച 2 ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉറവിടത്തെക്കുറിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. മിസൈലുകൾ വിക്ഷേപിച്ചിട്ടേയില്ലെന്നാണ് ഇറാൻ പറയുന്നത്. അയച്ചു എന്ന് ഇസ്രായേലും പറയുന്നുണ്ട്. ഇറാനിൽ മറ്റൊരു ആക്രമണത്തിന് എത്രത്തോളം സാധ്യത ഈ സാഹചര്യത്തിലുണ്ട്? ഇസ്രായേലും ഇറാനും സമ്മതിച്ചത് ഒരു വെടിനിർത്തലിനാണ്. ഇതുവരെ പരസ്പരം ഒരു സമാധാന കരാറും ഒപ്പുവെച്ചിട്ടില്ല. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് വിശാലമായി പറഞ്ഞാൽ ഭാവിയിൽ 2 സാധ്യതകളുള്ള വഴിയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു.
ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ പുതുക്കിയ UN പരിശോധനകളും മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ 2015 പദ്ധതിയോട് സമാനമായി ഇറാനുമായി ഒരു പുതിയ ഉടമ്പടിക്ക് സാധ്യതയുണ്ടത്രേ. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒബാമ കരാറിൽ നിന്ന് പിന്മാറിയത് ഇറാൻ അല്ലെന്ന് ഓർക്കണം. അങ്ങനെ ക്രെഡിറ്റ് അടിക്കേണ്ട എന്ന് കരുതുന്ന ട്രംപാണ് കരാറിൽ നിന്ന് പിന്മാറിയത്, ഇറാൻ അല്ല. ഇസ്രായേലിന്റെ യുദ്ധക്കൊതിക്ക് അറുതി വരുത്താനും ട്രംപിനെ നിലയ്ക്ക് നിർത്താനും യൂറോപ്യൻ ശക്തികൾക്ക് ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും. യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി എന്നീ 3 രാജ്യങ്ങൾ ജൂൺ 20 ഇറാൻ വിദേശകാര്യമന്ത്രി യൂറോപ്യൻ യൂണിയന്റെ വിദേശനയ മേധാവിയുമായി US ആക്രമണങ്ങൾ ഒഴിവാക്കാനുള്ള കൂടിക്കാഴ്ചയും ചർച്ചയും നടത്തി. ആ ശ്രമം പരാജയപ്പെട്ടു. എന്നാൽ യൂറോപ്യൻ യൂണിയന് ഇറാനെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മേഖലയിലെ ഇസ്രായേൽ അമേരിക്കൻ സൈനിക ആധിപത്യത്തിന് ഒരുപക്ഷെ ഒരു തടയിടാൻ കഴിഞ്ഞേക്കും. 12 ദിവസം നീണ്ട യുദ്ധം അവസാനിച്ചിരിക്കുന്നു. വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു. യുദ്ധം തുടങ്ങിയത് ഇറാനേയല്ല, എന്നാൽ അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ പോകുന്നത് ഇറാനായിരിക്കും. എന്നാൽ ഈ താൽക്കാലിക സമാധാനമൊക്കെ തകിടം മറിക്കാൻ ഒരു രാജ്യത്തിന് കഴിയും. എങ്ങനെയെങ്കിലും തകിടം മറിയണേ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നെതന്യാഹുവിന്റെ ഇസ്രായേലിന്. പശ്ചിമേഷ്യയിൽ സമാധാനം എന്നാൽ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുക എന്നാണ് അർത്ഥം. ജൂതരുടെ വംശവെറി അത് സമ്മതിക്കില്ല. അതിനാൽ അമേരിക്കയെ പോലും അമ്പരിപ്പിക്കുന്ന ഒരു റൗണ്ട് ആക്രമണമോ പ്രത്യാക്രമണമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ഈ സംഘർഷം ഉണ്ടായിട്ട്, യുദ്ധം ഉണ്ടായിട്ട് സുനിത ഇതുവരെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തില്ലല്ലോ എന്നുള്ള നിങ്ങളുടെ നിരന്തരമായ കമൻറ്റുകൾ കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. പിന്നെ ഇത് ഞാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും അനാലിസിസ് വിശദീകരണങ്ങളൊക്കെ വായിച്ച് എടുത്തൊരു സാധനമാണ്. അൽ ജസീറ എന്ന കുറച്ച് സാധനങ്ങൾ, അങ്ങനെ എക്കണോമിസ്റ്റ് പല 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 അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് വാർത്തകളും വിശകലനങ്ങളും ഒക്കെ കൂടി ചേർത്ത് വായിച്ച് മനസ്സിലാക്കി നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ ബൈ ബൈ.